ലോകകപ്പ് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞ് കാനറിപ്പട. ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളിനാണ് സ്കോട്ട്ലൻഡിനെ തകർത്തത്. ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ 2 ഗോളും മത്തേയുസ് കുഞ്ഞ 1 ഗോളും നേടി. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ 3-0 തകർപ്പൻ വിജയം നേടി ബ്രസീൽ രാജകീയമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം അവരുടെ കോച്ച്, ഇതിഹാസ കോച്ച് ആൻസലോട്ടി പറഞ്ഞതുപോലെ എസ്താമോസ് ഫിഷ് ഉമോ ജോഗോ ബൊനീറ്റോ, നമ്മളൊരു മനോഹരമായ ഫുട്ബോൾ കളിച്ചു. അതെ, അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ അത്രക്കും മനോഹരമായ ഒരു ഗെയിമായിരുന്നു ഇന്നലെ ബ്രസീൽ കാഴ്ചവെച്ചത്. അവരുടെ മുന്നേറ്റ നിരയിൽ റയാനും കൂനയും വിനീഷ്യസ് ജൂനിയറും നടത്തിയ അതിമനോഹര പ്രകടനം. അതുകൊണ്ട് തന്നെ 3-0 ഒരു വമ്പൻ വിജയം ബ്രസീൽ നേടിയെടുക്കുകയും ചെയ്തു. മത്സരത്തിലേക്ക് വന്നാൽ മറ്റൊരു പ്രത്യേകത, 75-ാം മിനിറ്റിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ കളത്തിലിറങ്ങിയ മത്സരം കൂടിയായിരുന്നു. 2023 ഒക്ടോബറിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നാഷണൽ ടീമിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. ആ ഒരു പ്രത്യേകത കൂടി മത്സരത്തിലുണ്ടായിരുന്നു. മറ്റ് മത്സരത്തിലേക്ക് വന്നാൽ ബ്രസീലിന്റെ മൊത്തം നിര, ഡിഫൻസീവും മിഡ്ഫീൽഡും സ്ട്രൈക്കർമാരും എല്ലാവരും ഒത്തിണക്കത്തോട് കളിച്ച മത്സരം. കൂടാതെ ആലിസൺ ബേക്കറുടെ മനോഹരമായ സേവുകൾ കണ്ട മത്സരം, അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ച മത്സരം. മത്സരത്തിന്റെ 7-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ തീർന്നത്. റയാൻ അസിസ്റ്റ് ചെയ്ത പന്ത് വിനീഷ്യസ് ജൂനിയർ ഗോളാക്കായിരുന്നു. റയാൻ ഒരു ഹൈ പ്രസിംഗ് ഗെയിമിലൂടെ ബോക്സിനകത്ത് സ്കോട്ട് മെക്കാനെ എന്ന സ്കോട്ട്ലൻഡിന്റെ ഡിഫൻസിന്റെ കയ്യിൽ നിന്ന് ഹൈ പ്രസിലൂടെ ബോൾ കൈയടക്കുകയും അത് വിനീഷ്യസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ആദ്യ ഗോൾ പിറന്നു. പിന്നീട് അങ്ങോട്ട് സ്കോട്ട്ലൻഡ് ആക്രമിച്ചു കളിച്ചു. അവർക്ക് ഗോൾ കണ്ടെത്താൻ പറ്റാതെ പോയി. അവരുടെ ഫെർഗൂസൺ, ഷാക്ലൻഡ്, മെക്ടിമേനി എന്നിവർ ഒക്കെ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അങ്ങനെ 45+3-ാം മിനിറ്റിലായിരുന്നു 2-ാം ഗോൾ വീഴുന്നത്. ബ്രൂണോ ഗിമറസിന്റെ ഒരു ക്രോസിൽ, അതിമനോഹരമായ ഒരു ക്രോസിൽ ഹെഡറിലൂടെ വിനീഷ്യസ് ജൂനിയർ 2-ാം ഗോൾ കണ്ടെത്തുകയാണ്. അങ്ങനെ രണ്ട് ഗോളുകൾക്ക് ആദ്യ പകുതി അവസാനിക്കുകയും ചെയ്തു. 2-ാം പകുതിയിലേക്ക് വന്നാൽ 2-ാം പകുതിയുടെ 60-ാം മിനിറ്റിലായിരുന്നു ബ്രസീലിന്റെ ഗോൾ. ബ്രസീലിന്റെ ഗോളിന് വഴിയൊരുക്കിയത് ബ്രൂണോ ഗിമറസ് തന്നെയായിരുന്നു. ബ്രൂണോ ഗിമറസിന്റെ അതിമനോഹരമായ നീക്കത്തിലൂടെ ഒരു നല്ല പാസ് മാത്യൂസ് കുഞ്ഞക്ക് നൽകുകയും അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ബ്രസീൽ 3-0 60-ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തുകയും ചെയ്തു. ഈ മത്സരത്തോടുകൂടി മാത്യൂസ് കുഞ്ഞ ടൂർണമെന്റിൽ 3 ഗോളുകൾ സ്വന്തമാക്കി. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തോടുകൂടി 4 ഗോളുകൾ ടൂർണമെന്റിൽ സ്വന്തമാക്കുകയും ചെയ്തു. അതുകൂടാതെ 75-ാം മിനിറ്റിലായിരുന്നു ലോകമെമ്പാടുമുള്ള നെയ്മർ ജൂനിയറിന്റെ ആരാധകർ, അതുപോലെ തന്നെ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന നിമിഷം വന്നെത്തിയത്. മാത്യൂസ് കുഞ്ഞക്ക് പകരം അദ്ദേഹം കളത്തിലിറങ്ങിയ 15 മിനിറ്റുകളും അദ്ദേഹം നന്നായി തന്നെ കളിച്ചു. അദ്ദേഹത്തിന്റെ വക ഒരു നല്ലൊരു ഓൺ ടാർഗറ്റ് ഷോട്ട് ഉണ്ടായിരുന്നു. ഗോളി അത് സേവ് ചെയ്യുന്ന കാഴ്ചയും കണ്ടു. 2 നല്ല കോർണറുകൾ ടീമിന് വേണ്ടി അദ്ദേഹം എടുക്കുന്നതും കണ്ടു. നെയ്മറിന് പുറമെ പകരക്കാരായി ഇറങ്ങിയ ഫാബിനോ, എൻഡ്രിക്, സാൻഡ്രോ എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. മത്സരത്തിൽ ബ്രസീലിന്റെ മൊത്തം നിര നല്ല പ്രകടനം കാഴ്ചവെച്ച് ജോഗോ ബൊനീറ്റോ കാഴ്ചവെച്ച് നല്ലൊരു വിജയം നേടുകയും 2-ാം റൗണ്ടിലേക്ക് രാജകീയമായി തന്നെ കടക്കുകയും ചെയ്ത മത്സരമായിരുന്നു ഇന്നലെ നടന്ന ബ്രസീൽ സ്കോട്ട്ലൻഡ് മത്സരം. മറുവശത്ത് ഹെയ്ത്തിയെ 4-2 തകർത്ത് 2-ാം സ്ഥാനക്കാരായി മൊറോക്കോയും ഗ്രൂപ്പ് ഘട്ടം കടന്ന് നോക്കൌട്ടിലേക്ക് എത്തുകയും ചെയ്തു.